അസ്സലാമു അലൈക്കും. മൊഗ്രാൻ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുബായ് മൊഗ്രാൻ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷന്റെ ഒരു പഴയകാല, അതായത് സ്ഥാപക മെമ്പറും വൺ ഓഫ് ദ സീനിയർ മെമ്പറും ബിസിനസ്സിൽ നാട്ടിലും ഇവിടെയും സംരംഭങ്ങളുള്ള എം ഹമീദുമായിട്ടാണ്. ഹമീദിന് ഓൺലൈനിലേക്ക് സ്വാഗതം. ആദ്യമായി ഹമീദ്, നിന്നോട് ചോദിക്കാനുള്ളത്, നീ ഏതു വർഷമാണ് ദുബൈയിൽ എത്തിയത്? 981 ഏകദേശം മാർച്ച് ഏപ്രിലായിരുന്നു. 19-13 32 വർഷമായി. വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് മെമ്പർ. ഓക്കെ, അന്നത്തെ ദുബൈയും ഇന്നത്തെ ദുബൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിന്റെ ഭാവനയിൽ, അതായത് നിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം മാറുന്നു, ശാസ്ത്രം മാറുന്നു, നഗരങ്ങൾ മാറുന്നു. കേട്ടുകേൾവി ഉണ്ടായിരുന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇന്ത്യനേക്കാളും നമ്മുടെ രാജ്യത്തിനേക്കാളും മെച്ചപ്പെട്ട റോഡുകളും പാതകളും ഉണ്ടായിരുന്നു. തീർച്ചയായും. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അനുഭവം ആയി ഇപ്പം ഞാൻ കാണുന്നത്, ഒരു രാജ്യത്തിന്റെ മുഴുവൻ വികസനം എൻ്റെ ഈ ചെറു വയസ്സിനകത്ത് എനിക്ക് ദർശിക്കാൻ കഴിയും, കാണാൻ കഴിയും. എങ്ങനെയാണ് വികസിക്കേണ്ടത്, എന്താണ് പ്ലാൻ, എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ വളരെ ടൈം ഫ്രെയിം വെച്ച് അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി അത് സമ്മതിച്ചത്. കാരണം നമുക്ക് നമ്മുടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ സ്വതന്ത്രരായതും എണ്ണ ഉൽപാദനം തുടങ്ങിയതും കയറ്റുമതി തുടങ്ങിയതും വികസനം ആരംഭിച്ചതൊക്കെ. പക്ഷെ ഇന്ന് ലോകത്തിൽ വെച്ച് പറയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സിറ്റിയായിട്ട് തന്നെ എല്ലാം കൊണ്ടും കുറെ എക്സ്പോകൾ, ബിസിനസ് ഹബ്ബുകൾ, റിയൽ എസ്റ്റേറ്റ് മന്ദിരങ്ങൾ, ലോകോത്തര എല്ലാ വികസന രാഷ്ട്രങ്ങളുള്ള ഹെഡ് ഓഫീസുകൾ. എന്തിനു പറയുന്ന അബുദാബിയിൽ ഇപ്പോൾ BBC, CNN വരെ അബുദാബിയിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ഹോങ്കോങ്ങിലായിരുന്നു ആദ്യം, ഏഷ്യയിൽ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ അബുദാബി. അങ്ങനെയുള്ള ലോകോത്തര രാഷ്ട്രങ്ങളുള്ള എല്ലാവരുടെയും ആസ്ഥാനങ്ങൾ UAE-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒറ്റയടിക്ക് ഒരു ചെറിയ രാഷ്ട്രത്തിൽ നിന്നും അവരൊന്നും വന്ന് സെറ്റ് ചെയ്യില്ല. അതിൻ്റെ അവരുടെ ആ സ്റ്റഡി, പ്രിവിലേജ് സ്റ്റഡി നോക്കിയിട്ട് എല്ലാം അവർക്ക് സാറ്റിസ്ഫൈ ആയാൽ തന്നെ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ലോകത്തിൽ കുറേ ഉണ്ട്. അതൊക്കെ കണ്ണുനീർ വെച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. അതായത് ഘട്ടം ഘട്ടമായി വളർച്ചയുടെ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖല. ഇവിടെയാണെങ്കിൽ സ്പീക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സാരഥിയും, നാട്ടിലും ബിസിനസിന്റെ ഒരു ഇതാണുള്ളത്. ഇന്നത്തെ യുവതലമുറക്ക്, അതായത് അഭ്യസ്തവിദ്യരായ നമ്മുടെ കുട്ടികൾക്കും വേണ്ടി കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഗൾഫിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉപദേശം നിങ്ങളുടെ എന്താണ്? ആദ്യം അഭ്യസ്തവിദ്യരായിരിക്കുക എന്നുള്ളതാണ് ഗൾഫിൽ വരുന്നതിന് മുമ്പ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും ചിലർ ഡോക്ടറാവണം, ചിലർ എഞ്ചിനീയർ ആവണം, അതാവണം ഇതാവണം എന്ന് വിചാരിക്കും. അതല്ല, മേഖലകൾ വളരെ വിശാലമായി കിടക്കുകയാണ് ലോകത്തിൽ. അത് വിദ്യാർത്ഥിയുടെ ആ തുടക്കം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പേരൻസ് അല്ലെങ്കിൽ അതിൻ്റെതായ ആൾക്കാർ, CG പോലുള്ള വളരെ കൺസൾട്ടിങ് ഗ്രൂപ്പുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുപോലത്തെ വളരെ നല്ലവരായ ആ ഡിപ്പാർട്ട്മെന്റിൽ ഈ കുട്ടിക്ക് എന്താണ് വാസന എന്ന് അറിഞ്ഞിരിക്കണം. ആ വാസനയോട് കൂടിയിട്ടായിരിക്കണം കുട്ടിയെ കൊണ്ടുപോകേണ്ടത്. എനിക്ക് തോന്നുന്ന, അച്ഛന് തോന്നുന്ന, അല്ലെങ്കിൽ ഉപ്പക്ക് തോന്നുന്നത് മകൻ ഇങ്ങനെ ആവണം. ആഗ്രഹം പലതും എനിക്കുണ്ടാവും. എൻ്റെ കുട്ടിയല്ലേ, നമ്മുടെ കുട്ടിയാണ്. അതല്ല, അവന്റെ ജനിതമായ ഒരു ഇതുണ്ട്, ഒരു വാസന ഉണ്ട്, അഭിരുചി. ആ അഭിരുചിയിൽ കൂടി അവനെ
വളർത്തുക, അവന് വിദ്യാഭ്യാസം കൊടുക്കുക, അവന് യോഗ്യനാക്കുക. എങ്കിൽ മാത്രമേ അവന് ആജീവനാന്തം ഏറ്റവും അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഗൾഫിൽ വരാൻ ആഗ്രഹിക്കുന്ന അഭ്യസ്തവിദ്യരായ കുട്ടികൾക്ക് എന്താണ് അവർ ആദ്യമായി ചെയ്യേണ്ടത്? നാട്ടിൽ നിന്ന് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വന്ന് ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. അതിന് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരു ബോധവാന്മാരാണോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്, ശരിയാവേണ്ട. അപ്പോ ഒരു പ്രിപ്പയർഡ് കുട്ടി വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു ജോലി സമ്പാദിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് ഗൾഫിലാണെങ്കിൽ പല മേഖലയിലും പല ഓപ്പർച്യൂണിറ്റികളാണ്. ഇപ്പൊ ദുബായിൽ ഉള്ള ഓപ്പർച്യൂണിറ്റി അല്ല സൗദിയിലുള്ളത്, സൗദിയിലുള്ള ഓപ്പർച്യൂണിറ്റി ദോഹയിലുള്ളത്, ദോഹയിൽ തന്നെ ഇന്നുള്ള ഓപ്പർച്യൂണിറ്റി നാളെ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇന്ന് ദോഹയിൽ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, കൺസ്ട്രക്ഷനും പിന്നെ അതുപോലുള്ള മെറ്റീരിയൽസ്, എഞ്ചിനീയറിങ് ഒക്കെ, എഞ്ചിനീയേഴ്സിനൊക്കെ വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദുബായിൽ ഇന്ന് അത് ആ സ്റ്റേജ് കഴിഞ്ഞു. ഓരോ സ്റ്റേജ് വൈസാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അത് ആദ്യം പഠിച്ചിരിക്കണം. എൻ്റെ വിദ്യ, ഞാൻ പഠിച്ച വിദ്യ, അവർ എഞ്ചിനീയറാണോ, ഡോക്ടറാണോ, മെക്കാനിക്കലാണോ, ടെക്നിക്കലാണോ, ടെലികമ്മ്യൂണിക്കേഷൻ ആണോ, ഏതാണെങ്കിലും എവിടെ ആയിരിക്കും ഏറ്റവും ഓപ്പർച്യൂണിറ്റി ജോബ് ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രം. അതൊന്ന് ആ ഒരു കൗൺസിലിംഗ് അവർ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് ചെയ്യരുത്, നല്ലതാണ്. അഭ്യസ്തവിദ്യരാകരുത്. പിന്നെ മീഡിയമായി വരുന്ന സാധാരണക്കാർക്ക്, സാധാരണ വിദ്യാഭ്യാസമുള്ളവർ ഇപ്പം അഭ്യസ്തവിദ്യർക്ക് ഓൺലൈനിൽ തന്നെ ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് അവർക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നിട്ട് കൺട്രി ചൂസ് ചെയ്യണം. ഇപ്പൊ ദുബൈയിൽ വന്നിട്ട് ദോഹയിലാണെങ്കിൽ അല്ലെങ്കിൽ സൗദിയിലാണോ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പൊ അത് ആദ്യം ചൂസ് ചെയ്ത് തീരുമാനിക്കുക, ഇവിടെ പോയാൽ നമുക്ക് എന്റെ ജോബിന് അനുയോജ്യമായ ഒരു പോസ്റ്റ് കിട്ടും എന്നുള്ളത്. അത് ആദ്യം ചൂസ് ചെയ്തതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഇറങ്ങുക. എങ്കിൽ വളരെ ഈസി ആയിരിക്കും അവർ ജോബ് കിട്ടാൻ. മിഡിൽ ക്ലാസ്സുകൾക്ക് വളരെയധികം ഇനിയും ഭാവിയിൽ ഇവിടെ സാധ്യതകളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞോളാം. ഇന്ന് ഇവിടെ ഇന്ത്യക്കാരെ അല്ലാതെ യു എയിലുള്ള ഏകദേശം കമ്പനികൾക്ക് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് ഇന്ത്യക്കാരാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർ ഇന്നും മറ്റുള്ള രാഷ്ട്രങ്ങളിൽ വളരെ കുറവാണ്. പക്ഷേ വരുന്നവര് ഒറ്റയടിക്ക് ഇന്ന് വന്നാൽ നാളെ എനിക്ക് ഇത്ര ശമ്പളം കിട്ടിയിരിക്കണം, ഇത്ര ഉണ്ടായിരിക്കണം, കിട്ടിയിരിക്കണം എന്ന് തോന്നിയാൽ നടക്കില്ല. താഴെത്തട്ടത്തിൽ തുടങ്ങണം. പക്ഷെ മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് ഈ ശമ്പളത്തിൽ ഇവിടെ വന്നാൽ അവരുടെ എക്സ്പെൻസും അതും കവർ ചെയ്തുകൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാ മേഖലയിലും കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ വാല്യുവേഷൻ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് രണ്ടും അതിൻ്റെതായ ഒരു പ്ലസും ഒരു മൈനസും ഉണ്ട്. പിന്നെ രണ്ടാമത് ഈ പ്ലസും മൈനസിലും വന്ന് വരുന്നവന് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ, ഇന്റർനാഷണൽ സിറ്റി, ഈ സിറ്റിയിൽ ജോലി ചെയ്യുന്ന അനുഭവം വെച്ച് അവൻ പടിപടിയായി മുന്നോട്ട് പോകണം. പേഷ്യൻസ് വേണം. ഈ എടുക്കുന്ന ജോലി അതായത് ഇത് എനിക്ക് ഭാവിയിൽ പിന്നെ സ്ഥലത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണം. 100% കറക്റ്റ് ആവാൻ ശ്രമിക്കുക. 100% കറക്റ്റ് ആവില്ല എങ്കിലും മാക്സിമം അതിനെ ഉപയോഗിക്കുക. അതാണ് ഒരു യങ്സ്റ്ററിന് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് പറഞ്ഞാൽ ചെയ്യാം, അതിനു വേണ്ടി ജോലിക്ക് വേണ്ടി ചെയ്യാന്നല്ല. ഒരു ജോലി എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ശമ്പളം തന്നാൽ നാളെ തിരിച്ചുവിടും, നാളെ എനിക്ക് വിട്ടുപോകാം. പക്ഷെ ആ ചെയ്യുന്ന ജോലി ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ ഏതോ കോണിൽ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ബോംബെയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഉറുദു മാഷായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഉറുദു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എൻ്റെ ക്ലാസ്സിൽ ഉറുദു ഇല്ല, അവിടെ മറാഠിയും ഇംഗ്ലീഷും ഉള്ളൂ. അപ്പൊ ഉപ്പാനോട് ഇയാൾ പറഞ്ഞു, മംഗലാപുരക്കാരനാണ്, അയാൾ വാഹനം വിളിച്ചാൽ കേട്ടോ, അയാൾ മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പാൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു, മംഗലാപുരം ജമാഅത്തിന്റെ സെക്രട്ടറി, ഒരു കൈയില്ലാത്ത ഒരാളാണ്, ഒരു കൈയില്ല. അദ്ദേഹം ഉപ്പാനോട് പറഞ്ഞു, എനിക്കൊരു 3 മാസക്കാലം ഉറുദുവിന്റെ ട്യൂഷൻ തന്നിരുന്നു, ABTS പഠിപ്പിക്കുന്നവരാണ്. ഇവിടെ ദുബായിൽ വന്നിട്ട് ജോലിക്ക് ഞാൻ കയറിയ സമയത്ത് 82-ൽ എനിക്ക് ആദ്യമായി ഉപകരിച്ച ഒരു ഭാഷ ഉറുദുവായിരുന്നു. കാരണം എൻ്റെ കമ്പനിയിൽ വന്ന ഓർഡറിൽ എത്രയോ കണക്കിന് പാക്കേജുകൾ ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ള രാഷ്ട്രത്തിലേക്ക് അയക്കണം, അതിൽ അറബി പേര് എഴുതണം, ഉറുദുവിൽ മതി. അബ്ദുറഹ്മാൻ, അബ്ദുൽ ഖാദർ, മറ്റുള്ള പോസ്റ്റ് ബോക്സ്, അത് ഈ ഉറുദു പഠിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ തിളങ്ങിയത്. ആരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടോ മലയാളം പഠിച്ചതുകൊണ്ടോ അല്ല, ഏത് ഭാഷ പഠിച്ചാലും അത് വിദ്യ എന്നത് അവസാനിക്കുന്നില്ല. വിദ്യ ഏതൊരു വ്യക്തിയും അത് ആ ജീവനാന്ത പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനെ ആ കത്തിക്ക് മൂർച്ചെടുക്കും പോലെയാണ്.
കത്തിക്ക് മൂർച്ചോട്ടുമ്പോഴാണ് വിദ്യ. വിവരം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും. ഒരു അതായത് ഒരു സംഗീത സംവിധായകൻ പറയും പോലെ ഞാനെന്നും ഒരു വിദ്യാർത്ഥിയാണ്, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പറയും പോലെ എല്ലാ വിഷയത്തിലും നമ്മൾ വിദ്യാർത്ഥിയെ പോലെ സമീപിക്കാം. എനിക്കറിയുമെന്നുള്ളതല്ല, എനിക്കറിയില്ല എന്നും ഒരുത്തൻ അറിയുന്നില്ല. അനുഭവം കൊണ്ടും വായന കൊണ്ടും ഗ്രഹിക്കുക. അത് ഭാവിയിൽ എനിക്കും എൻ്റെ തലമുറകൾക്കും സമുദായത്തിനും ജനങ്ങൾക്കും ഉപകരിക്കുമാറ് അത് വിനിയോഗിക്കുക. അപ്പോൾ പിന്നെയും അനുഭവം കിട്ടും. പ്രതിഷേധം പോലും ഒരു എന്താ പറയുക ഒരു അനുഭവമാണ്. പ്രതിഷേധത്തിന് എങ്ങനെ നേരിടാമെന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായാലേ അറിയുള്ളൂ. തീർച്ചയായും. നിങ്ങളിപ്പോൾ ഇവിടെയുള്ള സംരംഭമായ സ്പീക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എത്ര നാട്ടുകാർക്ക് ജോലി ചെയ്യുന്നുണ്ട്? സ്പീക്ക് ഗ്രൂപ്പ്സില് 35-40 പേര് സ്പീക്കിൽ മാത്രം. അതോടനുബന്ധിച്ച് ഏകദേശം 100 ചില്ലാൻ ആൾക്കാർ ജോലി ചെയ്യും. മൊത്തം UAE അല്ല ദുബൈയിൽ 100 ആൾക്കാർ. ഓക്കെ. പിന്നെ വേറൊരു ചോദ്യം അമീതിനോട് ചോദിക്കാനുള്ളത്, ഒരു സ്ഥാപക മെമ്പർ എന്ന നിലക്ക് അല്ലെ, ദുബൈ മുഗൾ മുസ്ലിം അസോസിയേഷന്റെ സ്ഥാപക മെമ്പറിൽപ്പെട്ട ഒരാളാണ് ജ്യേഷ്ഠൻ അബ്ദുള്ള കുഞ്ഞി. ഇപ്പൊ ഏകദേശം 10-32 കൊല്ലായി. അതിന്റെ വളർച്ച, DMFIയുടെ വളർച്ച അമിതിന്റെ കാഴ്ചപ്പാടിൽ അന്ന് തുടങ്ങിയ മുതൽ ഇന്ന് വരെയുള്ളത് നമ്മളായിട്ടുള്ള നാട്ടുകാരുടെ സഹകരണവും അല്ല നാട്ടിലേക്ക് കൊടുത്ത സഹായ സഹകരണങ്ങളുടെ കൂടെ ഒരു ബ്രീഫ് ആയിട്ടില്ല ഒന്ന് പറയാം. ഞാൻ വന്ന കാലത്ത് 71 ആദ്യമായിട്ട് കമ്മിറ്റി 5 അംഗ കമ്മിറ്റി ആയിരുന്നു. അതിലാണ് ഞാൻ അംഗമാകുന്നത്. ഫസ്റ്റ് ആദ്യം 5 അംഗ കമ്മിറ്റി, പിന്നെയാണ് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാകുന്നതും ജനറൽ ബോഡി വരുന്നതും ഒക്കെ. അന്ന് ചുരുക്കം കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു 25-30 പേര് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ ഇന്റർനെറ്റോ ഓൺലൈനോ ഒന്നുമില്ല. മൊബൈലില്ല, ലാൻഡ് ലൈൻ ഇല്ല. ചിലർ താമസിക്കുന്നതും ജോലിക്കാരൊക്കെ ഔട്ടർ പ്ലേസ് ആണ്. ഇന്ന് ഷെയ്ഖ് സായിദ് റോഡ് എന്നൊക്കെ പറയുന്നത് അന്ന് പോകാൻ പറ്റാത്ത ഒരു മേഖലയാണ്, ഏരിയയാണ്. അവിടെ 4 വീലേ പോകുള്ളൂ. അതുപോലെയാണ് പല ഭാഗത്തും. അന്ന് അത് വലിയൊരു കാര്യമായിരുന്നു. 25-30 പേരോ എത്ര എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ചെറിയൊരു അംഗങ്ങളായി തുടങ്ങിയ ഈ സംരംഭം കഴിഞ്ഞ 30 കൊല്ലത്തിനകത്ത് കോടിക്കണക്കിന് രൂപ മൊത്തം കണക്ക് കൂട്ടിയാൽ നാട്ടിലേക്ക് അയച്ചിരിക്കാം. നമ്മുടെ നാട് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ക്യാപിറ്റലോ ഒരു പഞ്ചായത്തിന്റെ ക്യാപിറ്റലോ അല്ലെങ്കിൽ വലിയൊരു ടൗണോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒന്നുമില്ല. കേവലം കുമ്പള പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ്. കുമ്പള പഞ്ചായത്തിന്റെ ഒരു ഗ്രാമം. എത്രയോ ഗ്രാമങ്ങളുണ്ട്, അതിലൊരു ഗ്രാമം. ആ ഗ്രാമങ്ങളിൽ ഇത്രയധികം എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാമത്തിനെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമവാസികളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഗ്രാമവാസികൾ. മുഗ്ര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിവസം ഒരു എത്രയോ പ്രാവശ്യം ആലോചിച്ചിരിക്കും. നാട്ടിൽ എല്ലാവരും ആലോചിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരും മുഗ്രാന്റെ ഏതൊരു സംഭവം വന്നാലും ഇവിടെ യോജിക്കും. അതിന് വളരെ അവർക്ക് ഭാഗ്യം എന്ന് പറയാൻ കുറച്ചും പേര് മാത്രമേ അത് സഹകരിക്കാതിരുന്നിട്ടുള്ളൂ. പക്ഷേ പിന്നെ അവരും മെല്ലെ മെല്ലെ എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അവളെ നല്ല പാതയിലാണ്. ഓക്കെ. എനിക്ക് അമീദിനെ പറ്റി തോന്നുന്നുള്ളത് ഈ ദുബായ് മുഗ്രാൽ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷന്റെ അണിയറയിലാണ് അമീദ് ഉള്ളത്. അരങ്ങത്ത് എത്തിയിട്ടില്ല. അരങ്ങത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ജ്യേഷ്ഠനുള്ളത് കൊണ്ട് അരങ്ങത്ത് വരുന്നില്ല. അണിയറയിൽ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നടത്തുന്ന ആളാണ് അമീദ്. അമീദ് തന്നെ നാട്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ഇപ്പോൾ MSL ഒരു ഹൈലൈറ്റ് ആയിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ഫോക്കസ് ആയിട്ട് കാണുന്നത് അമീദിന്റെ പ്രവർത്തനമാണ്. അതിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇവിടെ വെച്ചാൽ ഇത് ദീനിയായ പ്രവർത്തനമാണ്. ഇത് ഈ രംഗത്ത് ഇവിടെ എനിക്ക് അറിയപ്പെടാനോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയിപ്പിക്കാനോ അല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എന്റെ കൂടെ പഠിച്ചത്, എന്റെ കൂടെ വളർന്നവർ, എന്റെ കൂടെ കളിച്ചവർ, കൊത്തങ്കല്ല് മുതൽ ഗോട്ടി കളി മുതൽ പിന്നെ സോടത്തി മുതൽ പിന്നെ ഫുട്ബോൾ വരെ കളിച്ച് എന്റെ കൂടെ കളിച്ചു കൊടുക്കുന്നവരാണ് നാട്ടുകാർ. അവരെ മുന്നിൽ ഞാൻ എന്താ അറിയപ്പെടാൻ പോകുന്നത്? ഞാനാണ് അവരാണ് ഞാൻ. എനിക്കത് അതിന്റെ ഒരു പ്രതിഫലം കാംക്ഷിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഇവിടെ ഈ ലോകത്തല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് കായിക ലോകമല്ലേ. അവിടെ ഞാൻ അറിയപ്പെടാൻ പാടില്ല, അവനും അറിയപ്പെടാൻ പാടില്ല. എന്റെ റോള് എനിക്കുണ്ട്. ഞാനൊരു കമ്പനി എന്റെ റിപ്രസെന്റ് ആയിട്ട് പോയി, ഞാനൊരു ഓണറാണ്. എനിക്ക് എന്റേതായ റോളുണ്ട് അവിടെ പ്രവർത്തിക്കാൻ. അത് പ്രവർത്തിച്ചേ തീരൂ. അത് ആ കളി കഴിയുമ്പോ പ്രവർത്തനം കഴിഞ്ഞു, പിന്നെ അതില്ല. അത് എന്താ ഒരു സ്പോർട്സ്മാൻ ലൈനിൽ ഞാൻ എന്റെ കളിക്കാരോട് ഞാൻ പറഞ്ഞെന്താ അറിയോ, എനിക്ക് കപ്പല്ല ഒരു മഞ്ഞക്കാടോ ഒരു റെഡ് കാർഡോ കാണാൻ പാടില്ല. അതായിരിക്കണം കളി. അതിനാണ് എനിക്ക് സന്തോഷം.
എങ്ങനെയുണ്ടായിരുന്നു അതിന് മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ? മുഗ്രാൻ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് കപ്പ് വന്ന പ്രതിനിധിയായിരുന്നു. പിന്നെ അത് MSL ചെയ്തു എന്നല്ല, മുഗ്രാൻ കാര്യം ചെയ്തു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മുഗ്രാൻ നിവാസികൾ മുഴുവനും അവിടെ ആയിരുന്നു, എല്ലാം കൊണ്ടും, മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും. ഇതെങ്ങനെയും കൊണ്ടും നന്നാവണം. അത് അങ്ങനെ ആയാൽ അപ്പം ചൂടേറിയ വർത്തമാനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാകും. അതെന്താ പോരായ്മ കാണിച്ചുകൊണ്ട് അത് ആ പ്രവർത്തനം അത് കഴിയുമ്പം എല്ലാവരും സന്തോഷം. ആദ്യത്തെ കാലം നന്നായി നടന്നു എന്നൊക്കെ. പിന്നെ എല്ലാ സംഭവത്തിലും ചെറിയ ഒരു പോരായ്മകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അതൊരു കാര്യമായി എടുക്കേണ്ടതില്ല. പക്ഷെ വലിയൊരു സംഭവമാണ് നടന്നത്. തീർച്ചയായും വലിയൊരു സംഭവമാണ്. എല്ലാ മുഗ്രാന്റെ എന്റെ സ്നേഹിതന്മാരെ ഞാൻ എടപ്പാളിൽ കോഴിക്കോട് വന്നിരുന്നു. നിങ്ങളെ ഈ ഇത് കാണുമ്പോൾ, ഐക്യത കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നവരാണ്. കാരണം വെച്ചാൽ അവരുടെ നാട്ടിലൊന്നും ഇങ്ങനൊന്നും ആരും വരാറില്ല. ഫുട്ബോൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് കലക്ഷന് വേണ്ടി, പണത്തിന് വേണ്ടി ചെയ്യും, കുറെ കാശുണ്ടാക്കും, പോകുന്നല്ലാണ്ട് ഇത് ഫ്രീ എന്നൊക്കെ ആയിട്ട്. ഓക്കെ അമിത്, അത് ഓക്കെ. അതിന് മുമ്പത്തെ വർഷം മുഗ്രാൻ ഓൺലൈൻ മീറ്റും മുഗ്രാൻ സ്പോർട്സ് ക്ലബിന്റെ ഒരു ഫുട്ബോൾ ടൂർണമെന്റും ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി, ദുബൈയിൽ വെച്ച്. അതിന്റെ മുമ്പതിനും അമിതിന് ഉണ്ടായിരുന്നു. അതിനുള്ള പ്രചോദനവും അത് വിജയിക്കാനുള്ള കാരണവും എന്താണെന്ന് വിശദീകരിക്കാമോ? ഇവിടെ എനിക്കിപ്പോ കഴിഞ്ഞ 30 വർഷത്തിനകത്ത് എല്ലാവരും ഇവിടെ വളരെ സഹകരണത്തിലൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതല്ലാണ്ട് ഇതുപോലുള്ള ഒരു അനുഭവം ആദ്യമായിട്ട്, ഒരുപക്ഷെ ഞാൻ മരിച്ചതിന് ശേഷമേ നടക്കൂ, അതിനു മുമ്പ് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, കൂടെ കളിച്ചവർ, ഒത്തിരി മമ്മസ്ച, അതുപോലെ TM ഷുഹൈബ്, TM നവാസ്, പിന്നെ പീസ്ച എന്ന് പറയുന്നത് ഇന്നും കേരളത്തിന്റെ ഐക്കനാണ്. കാരണം വെച്ചാൽ മുഗ്രാനിൽ നിന്ന് ആകെ പോയ ഒരു സന്തോഷ് ട്രോഫി പ്ലെയർ, സൂറത്ത് കല്ല് എഞ്ചിനീയർ, പ്രൊഫസർ, പിന്നെ ഇന്ന് ഡയറക്ടർ, അതുപോലുള്ള ഒരു ഐക്കനാണ്. പിന്നെ കോട്ട അബ്ദുൽ മുസ്ലിയാറിനെ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട, അതുപോലെ വേറൊരു മേഖലയിൽ ഒരു ഐക്കനാണ്. അവർക്ക് ഇവിടെ വരിക, നമ്മൾ സ്വീകരിക്കുക, അതിലെന്തും കുറവ് വരാൻ പാടില്ലല്ലോ. 30 വർഷമായി ഞാൻ ഇവിടെ താമസിച്ചെന്ന് പറയുമ്പോൾ എന്റെ പാർട്ടിസിപ്പേഷൻ അവിടെ ആവശ്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ദൂരം പോയി നിൽക്കാൻ പാടില്ല. എന്റെ സുഹൃത്തുക്കളാണ് വരുന്നത്, ഞാൻ ബഹുമാനിക്കുന്നവരാണ് വരുന്നത്. മുഗ്രാൻ സ്പോർട്സ് ക്ലബ്ബാണ് വരുന്നത്. മുഗ്രാൻ സ്പോർട്സ് ക്ലബ്ബാരാണ് നമ്മുടെ ആത്മാവാണ്. മുഗ്രാൻ സ്പോർട്സ് ക്ലബിനെയാണ് ഞാൻ സ്വീകരിച്ചത്, മുഗ്രാൻ കാരെയാണ് സ്വീകരിച്ചത്. മുഗ്രാൻ സ്പോർട്സ് ക്ലബ്ബോ, മുഗ്രാൻ ഓൺലൈനോ, മുഗ്രാനിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു മീറ്റ്. മുഗ്രാൻ എന്ത് നടന്നാലും ഞാൻ ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്കത് ദൂരം നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കൊന്നും പറ്റില്ല. കാരണം എനിക്ക് മുഗ്രാൻ എന്തെങ്കിലും നല്ലതോ ചീത്തയോ സംഭവിച്ചാൽ അതിലെനിക്ക് പാർട്ടിസിപ്പേറ്റ് ആകണം, എങ്കിലും എനിക്ക് സമാധാനം പറ്റുള്ളൂ. ഇവിടെ ഞാൻ ചെയ്തു പറയാൻ പാടില്ല, അതൊക്കെ അല്ല. ഇതിന്റെ മുൻപന്തിയില് നീ അമിത് ഒറ്റക്ക് ചെയ്യുന്നല്ല, മുൻപന്തിയില് അമിത് ഉണ്ടായിരുന്നു. എല്ലാവരും രാത്രി 3 മണി വരെ 4 മണി വരെ എയർപോർട്ടിൽ പോയി ഓരോ VIP-നെ സ്വീകരിക്കുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്ത് രാവിലെ ജോലിക്ക് പോയി, പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെയും ഉറങ്ങാതെ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എത്രയോ വ്യക്തികളുണ്ട്, ആൾക്കാരുണ്ട്. അവരുടെ കഠിന പ്രയത്നമാണ് അത് വിജയം. അത് ചരിത്ര സംഭവമാണ്. അതില് എല്ലാവരും ഉണ്ടായിരുന്നു. അനീസ് കോട്ട മുതൽ MS സലീം മുതൽ ഷക്കീൽ മുതൽ റഹ്മാൻ മുതൽ ആത്മാർത്ഥമായിട്ട്. അതിനുശേഷം ചില അവസരങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാം അതിനെപ്പറ്റി വിമർശനം പോലും അനുഭവമാണ്. അല്ല, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അത് അവസരം ഞാൻ അന്ന് ആദ്യം തന്നെ അവസരം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ചായക്കോപ്പിലെ പ്രളയം പോലെ ആയിരിക്കും, അതൊന്നും അതിനേക്കാൾ അപ്പുറം പോകാൻ സാധ്യതയില്ല. ഫസ്റ്റ് ഡേ ഓൺലൈനിൽ ഞാൻ പറഞ്ഞ കമന്റ്സ് നോക്കും. അത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അവസരങ്ങളൊക്കെ അവസരങ്ങൾ ഉണ്ടാവുക സൗഹൃദം ഉള്ളത് കൊണ്ടാണ്. ഒരു വഴിപോക്കറോട് അവസരം പറയും, വഴിപോക്കറോട് അവസരം പറയില്ലല്ലോ. അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. എങ്കിൽ നമ്മളുടെ ഐക്യം ഉണ്ടല്ലോ, ഐക്യത്തിന് കോട്ടം വരാനോ അല്ലെങ്കിൽ ഭാവിയിൽ കാലകാലം അത് ഒരു ശത്രുതയിലേക്ക് നീങ്ങാനോ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതത്രേ ഉള്ളൂ. പിന്നെ വെച്ചാൽ യുവാക്കളാണ്. ഞാൻ ആ വയസ്സ് കഴിഞ്ഞ് വന്നതാണ്. ഇന്ന് ഞാൻ മധ്യവയസ്കനായി. യുവാവാകുമ്പോൾ കുറച്ചൊക്കെ വികാരങ്ങളും പിന്നെ എതിർപ്പുകളും കൂടുതലുണ്ടാവും, ആക്ഷൻ കൂടുതലുണ്ടാവും. അതിന് റിയാക്ഷൻ ആക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലാണ്ട്, പ്രായം കൂടിയവർ ശ്രമിക്കല്ലാണ്ട്, പക്വത വരണം. ആ പക്വതയുള്ളവർ ശ്രമിക്കല്ലാണ്ട് അതിന് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നീ അങ്ങനെ ഇങ്ങനെ ചെയ്ത് അതിനെ വീർപ്പിക്കലല്ല. ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ. 20 വയസ്സ് മുതൽ 35 വയസ്സ് 40 വയസ്സുള്ള യുവാക്കൾ
ഫുട്ബോൾ പൊറുക്കാനും കഴിയണം. ഇന്നും എന്നും നമുക്ക് കാണേണ്ടതല്ലേ. നമുക്കൊക്കെ എത്ര മാസക്കാലം ചൊടിച്ചു നിൽക്കാൻ പറ്റും, മുണ്ടാ നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. എല്ലാവരും 7ാം ക്ലാസ് വരെ മദ്രസയിൽ പോയവരല്ലേ, മതവിദ്യാഭ്യാസം പഠിച്ചവരല്ലേ. ഓക്കെ, വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമീതിന്റെ കുടുംബം ഇപ്പോൾ എവിടെയാണ്? നാട്ടിലാണോ? മംഗലാപുരമാണ് ഇപ്പൊ താമസം താൽക്കാലികമായിട്ട്. പക്ഷേ കുട്ടികൾ 2 മക്കൾ. ഓക്കെ, നാട്ടിൽ ഇപ്പോൾ ദുബൈയിൽ കൂടുതലായി കാണുന്നില്ലല്ലോ, നാട്ടിലാണ് കൂടുതലും കാണുന്നത്. ദുബൈ വിടാനുള്ള വല്ല പരിപാടി ഇല്ല, അങ്ങനെയല്ല. അവിടെയും ചില മേഖലയിൽ എന്റെ പ്രവർത്തനം ആവശ്യമായി വരുന്നുണ്ട്. പിന്നെ കുടുംബം ആദ്യമായിട്ട് മംഗലാപുരാണ് നിൽക്കേണ്ടി വന്ന സാഹചര്യം കൊണ്ട്, മക്കളുടെ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് കുറച്ചും കൂടുതൽ യാത്ര അങ്ങോട്ടേക്ക് വിദേശത്തൊക്കെ പോയി വരുമ്പോൾ അങ്ങ് അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരുമെന്നേ ഉള്ളൂ. അവസാനമായി ഒരു ചോദ്യം, മൊഗ്രാൽ ഓൺലൈനിനെ പറ്റി നമ്മള് ഓരോ നെടുവീർപ്പുകളും ഇന്ന് നടക്കുന്ന നാട്ടിലായാലും ഇവിടെ ആയാലും എന്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ എല്ലാവരുടെ മുമ്പിൽ എത്തിക്കുന്ന മൊഗ്രാൽ ഓൺലൈനിനെ പറ്റി എന്താണ് അഭിപ്രായം? കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു മൊഗ്രാൽ ഓൺലൈൻ. മൊഗ്രാൽ ഓൺലൈൻ എന്ന് പറയുന്നത് ഇന്ന് ആധുനിക ലോകത്ത് ഇന്നത്തെ യുവാക്കൾ മുതൽ ഇന്ന് മധ്യവയസ്കരിൽ നിന്ന് നമ്മൾ സ്വന്തം വിശേഷിപ്പിക്കുന്ന നമ്മൾ വരെ ഇന്ന് ഓൺലൈനാണ് പ്രദർശിക്കുന്നത്. ഏതെങ്കിലും ഒരു ഓൺലൈൻ വേണമല്ലോ. എത്ര കൂട്ടായ്മകളുണ്ട്, ഓരോ നാട്ടിലും കൂട്ടായ്മയുണ്ട്, കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും കൂട്ടായ്മകളുണ്ട്. അത് നമ്മള് മൊഗ്രാൽ ഓൺലൈൻ വരുന്നവരെ ആരും അത് ആലോചിച്ചില്ല. അതൊരു സംഭവമായി മാറി. അത് സംഭവിക്കേണ്ടതല്ലേ, സംഭവിച്ചെന്നേ ഉള്ളൂ. അത് അത്യാവശ്യമായിരുന്നു. അതിന് മൊഗ്രാൽ ഓൺലൈന് വരുന്നതിന് മുമ്പ് വേറൊരു ഓൺലൈൻ ഇല്ലല്ലോ നമുക്ക്. ഇത് ഒന്നല്ലേ ഉള്ളൂ. ഇനിയും അത് ദീർഘകാലം നിലനിൽക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതിൽ കൂടി സൗഹൃദം വളർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇനി ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നത്തെ യുവാക്കൾ നീ പറഞ്ഞ പോലെ ലോകത്തിലാകമാനം പോവും. വിദ്യാസമ്പന്നരായ ഒരു ഗ്രാമത്തിൽ നിലനിൽക്കില്ല, പല മേഖലയിലായിരിക്കും. എവിടെ നിന്നാലും ഒരു വിരൽത്തുമ്പിൽ നമുക്ക് സൗഹൃദം പങ്കിടാം. അത് നമ്മുടെ ഓൺലൈൻ. അത് വലിയൊരു ഇതല്ലേ. കൂടാണ്ട് ഗ്രാമത്തിൽ നടക്കുന്ന പല നല്ല കാര്യങ്ങളും വളരെ ആവശ്യമായ ധനകാര്യമായി പണം സുഖമില്ലാത്തവർക്ക് അത് ഇതിനൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ നാട്ടുകാരെ അറിയിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. വേറെ വളരെ ഉപകാരപ്രദമാണ്. അത്യാവശ്യമായ കാര്യങ്ങൾ, സംഭവങ്ങൾ. ഇന്ന് നടന്ന ഇപ്പോ ഇമാം ഷാഫി അക്കാദമിയുടെ വിവരങ്ങൾ വളരെ ആരും ഓൺലൈൻ തുറന്ന് അവർക്ക് കാണുമല്ലോ. ആരാ മൊഗ്രാൽക്കാരനെ ഇക്കാര്യം തോന്നുന്നില്ല മൊഗ്രാൽ ഓൺലൈൻ ഒരു ദിവസം തുറക്കാണ്ടിരിക്കൂല. അപ്പൊ വെച്ചാൽ എല്ലാ നല്ല കാര്യങ്ങളും പെട്ടെന്ന് മരണപ്പെട്ടു. എവിടെയോ ആയിരിക്കും. ഇന്ന് ദുബായിലാണെങ്കിൽ നാളെ ഇനി പഠിക്കുന്ന വിദ്യാസമ്പന്നർ പോകുന്ന ഏതെങ്കിലും മേഖലയിലായിരിക്കും, ഏതെങ്കിലും ലോകത്തായിരിക്കും. അന്ന് മൊഗ്രാൽ ഓൺലൈൻ തൊട്ടു നോക്കിയാൽ വിരൽത്തുമ്പിൽ നിന്റെ നാട് ലോകം കണ്ടില്ലേ. ഓക്കെ അമിത്, ഇതുവരെ സഹകരിച്ചതിന് വളരെ നന്ദി. മൊഗ്രാൽ ഓൺലൈൻ ഇതുവരെ സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.